രുദ്രപ്രയാഗയിൽ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായി. 4 പേർ മരിച്ചു. പ്രളയക്കെടുതിയിൽ ഇതുവരെ മരിച്ചത് 12 പേരാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നു. വിനീത വിജി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ പുലർച്ചെ 1:20 കൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ തന്നെ അവിടെ അധികൃതർ എത്തിച്ചേർന്നുവെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടിൽ അവർ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്. അപ്പോൾ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമുകളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ദുരന്ത നിവാരണ സേന അവിടെ ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം 4 പേർ ഈ മണ്ണിനടിയിൽപ്പെട്ടൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ 4 പേരും ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. ഇവർ നേപ്പാൾ സ്വദേശികളാണ്. ഈ മരിച്ച 4 പേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ രുദ്രപ്രയാഗിൽ ഈ മണ്ണിടിച്ചിലുണ്ടായതിന് സമീപം നിന്നുള്ള ആളുകളെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളും ഉത്തരാഖണ്ഡിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം ത്രിപുരയിൽ അടുത്തിടെ ഉണ്ടായ ഈ മഴക്കെടുതിയിൽ ഏറ്റവും വലിയ മഴക്കെടുതിയാണ് ഇപ്പോൾ ആ സംസ്ഥാനം നേരിടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി മാണിക് സാഹ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇരുവരുമായി സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന് എല്ലാ സഹായവും ഉറപ്പ് നൽകിയിരിക്കുകയാണ് അമിത്ഷാ. ഒപ്പം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ത്രിപുരയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി നൽകിയിട്ടുണ്ടായിരുന്നു. ത്രിപുരയിലെ മഴക്കെടുതിയിൽ ഇതുവരെ 12 പേരാണ് മരിച്ചത്. ഏതാണ്ട് 346 ക്യാമ്പുകൾ 8 ജില്ലകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. 6000-ലധികം ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുവെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അതേസമയം ഈ മഴ ഇനിയും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും. SKN. താങ്ക് യു വിനീത വിജി.